ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് 3ാം ക്ലാസ്സിൻ്റെ ഇന്നത്തെ പരീക്ഷയായിട്ടുള്ള മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. സോ നമുക്ക് ഈ പരീക്ഷയിൽ എന്തൊക്കെ ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളതെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് 5 പ്രവർത്തനങ്ങൾക്കാണ് ഉത്തരം എഴുതേണ്ടതുള്ളത്. പ്രവർത്തനം 1, വായിക്കാം എഴുതാം. ഇവിടെ സിയുടെ ഡയറി കുറിപ്പാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഇതിൽ നിന്നാണ് നിങ്ങൾക്ക് ആദ്യത്തെ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ആദ്യം നമുക്ക് സിയുടെ ഡയറി കുറിപ്പ് വായിക്കാം. ഇന്നത്തെ ദിവസം മറക്കാനേ കഴിയില്ല. മുത്തശ്ശിയോടൊപ്പമാണ് സ്കൂളിലേക്ക് പോയത്. പാടവരമ്പിലൂടെയായിരുന്നു യാത്ര. പച്ച വിരിച്ച പാടം, ചെറുകാറ്റിൽ ഇളകിയാടുന്ന നെൽക്കതിർ, തത്തക്കൂട്ടം കതിർമണി കൊത്തിപ്പറന്നു. മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന പുൽനാമ്പ് കാലിൽ പയ്യെ പയ്യെ ഇക്കിളിയാക്കി. കളകളം പാടി ഒഴുകുന്ന അരുവി, പാട്ടിനൊപ്പം നൃത്തം ചെയ്തു നീന്തി തുടയ്ക്കുന്ന ചെറുമീനുകൾ. അവരോട് വിശേഷങ്ങൾ പറയുക പതിവായിരുന്നു. എന്നാൽ ഇന്നത്തെ കാഴ്ച എൻ്റെ കണ്ണു നിറച്ചു. ചെറുമീനുകളെല്ലാം മലർന്നു അനക്കമറ്റ് കിടക്കുന്നു. ഒരു പുൽനാമ്പ് ഒടിച്ചു ഞാൻ നീരൊഴുക്കിലേക്കിട്ടു. അവർ ഒരുമയുടെ വരേണ്ടതാണ്, പക്ഷേ വന്നില്ല. മുത്തശ്ശി പറഞ്ഞു. ആരോ വിഷമാലിന്യം തോട്ടിലേക്ക് ഒഴുക്കിയത്രേ. പാവം മീൻ കുഞ്ഞുങ്ങൾ. മനുഷ്യൻ്റെ ലാഭക്കൊതിയിൽ എത്രയെത്ര ജീവനുകളാണ് പൊലിഞ്ഞു പോകുന്നത്. ഈ ഭൂമി എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്ന് എന്തേ അവർ ഓർക്കുന്നില്ല? സിയുടെ ഡയറി വായിച്ചല്ലോ. ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതൂ. സോ നിങ്ങൾ ഈ ഡയറി കുറിപ്പിൽ നിന്ന് എടുത്തിട്ടാണ് ഇവിടുത്തെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതേണ്ടത്. ചോദ്യം, മഞ്ഞിൽ കുളിച്ചു നിന്നത് ആര്? ഓപ്ഷൻ എ നെൽച്ചെടി, ബി ചെറുമീൻ, സി പുൽനാമ്പ്, ഡി തത്തക്കൂട്ടം. ഉത്തരം ഓപ്ഷൻ സി പുൽനാമ്പ് ആണ്. ഇനി ബി, ജലം എന്ന പദത്തിനു പകരം പ്രയോഗിച്ച വാക്ക് ഏത്? നീര്, ഓപ്ഷൻ ബി മഞ്ഞ്, ഓപ്ഷൻ സി അരുവി, ഓപ്ഷൻ ഡി പാടം. ഉത്തരം ഓപ്ഷൻ എ നീര് ആണ്. സി ചോദ്യം, ഇന്നത്തെ കാഴ്ച എൻ്റെ കണ്ണു നിറച്ചു. അടിവരയിട്ടിരിക്കുന്ന പദക്കൂട്ട് പ്രകടമാക്കുന്ന ഭാവം. സന്തോഷം, ബി സങ്കടം, സി ഭയം, ഡി കോപം. ഉത്തരം സങ്കടമാണ്. കണ്ണു നിറച്ചു എന്ന് പറയുന്നത് സങ്കടമാണ്. സോ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി സങ്കടം എന്ന് നിങ്ങൾ ബോക്സിലേക്ക് എടുത്ത് എഴുതണം. ഡി ചോദ്യം, മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന പുൽനാമ്പ് കാലിൽ പയ്യെ പയ്യെ ഇക്കിളിയാക്കി. അടിവരയിട്ടിരിക്കുന്ന പദക്കൂട്ട് എന്താണ് അർത്ഥമാക്കുന്നത്? വേഗം വേഗം, തൊട്ട് തൊട്ട്, പറന്നു പറന്ന്, പതുക്കെ പതുക്കെ. എന്താണ് ഉത്തരം? ഓപ്ഷൻ ഡി പതുക്കെ പതുക്കെ. അടുത്തത് ചോദ്യം ഈ, മീനുകൾക്ക് ജീവനില്ല എന്ന് സൂചിപ്പിക്കുന്ന വാക്യം ഏത്? നീന്തി തുടിക്കുന്ന ചെറുമീനുകളെല്ലാം മലർന്ന് അനക്കമറ്റ് കിടക്കുന്നു. പാവം മീൻകുഞ്ഞുങ്ങൾ. ആരോ വിഷമാലിന്യം തോട്ടിലേക്ക് ഒഴുക്കിയത്രേ. ഇവിടെ മീനുകൾക്ക് ജീവനില്ല എന്ന അർത്ഥം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ചെറുമീനുകളെല്ലാം മലർന്ന് അനക്കമറ്റ് കിടക്കുന്നു. ഉത്തരം ബി നിങ്ങൾ ബോക്സിലേക്ക് എടുത്തെഴുതണം. പ്രവർത്തനം 2, സിയെ കണ്ട കാഴ്ച. സ്കൂൾ വിട്ടു വരുമ്പോൾ സിയെ കണ്ട കാഴ്ചയാണ് ചുവടെയുള്ളത്. ഇവിടെ താഴെ നിങ്ങൾക്ക് കാണുന്ന ചിത്രങ്ങൾ എന്താണ്? സിയെ സ്കൂൾ വിട്ടു വരുമ്പോൾ കണ്ട കാഴ്ചകളാണ്. ഇതുമായി ബന്ധപ്പെട്ട ചൊല്ലുകളാണ് ഇവിടെ താഴെ നിങ്ങൾക്ക് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്ത് എഴുതാം? എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാം. പിന്നെ ഞാറില്ലെങ്കിൽ ചോറില്ല എന്ന് എഴുതാം. ചോദ്യം ബി, ചിത്രത്തിൽ കാണുന്ന കൃഷി ഉപകരണങ്ങളുടെ പേര് എഴുതുക. ഇവിടെ ചിത്രത്തിൽ മൺവെട്ടിയുണ്ട്, അരിവാളുണ്ട്, മുറം, കൊട്ട എന്നിവയൊക്കെയുണ്ട്. പ്രവർത്തനം 3, വരയ്ക്കാം രസിക്കാം. സിയെ എഴുതിയ മഴക്കാലാനുഭവം വായിക്കൂ. ആകാശം കോരിച്ചൊരിയുകയാണ്. വീട് തണുത്തു വിറച്ചു. മുറ്റം പുഴയായി. കുട്ടികൾ കടലാസു തോണി ഒഴുക്കി. തോണി വെള്ളത്തിനൊപ്പം യാത്ര തുടങ്ങി. മുറ്റത്തെ ചെടികളും മരങ്ങളും കൈവീശി ശുഭയാത്ര നേർന്നു. സിയുടെ മഴക്കാലാനുഭവങ്ങൾ വായിച്ചല്ലോ. ഈ മഴക്കാഴ്ചകൾ വരച്ച് നിറം നൽകൂ. ഇവിടെ നിങ്ങൾ എന്തൊക്കെ വരയ്ക്കണം? ആകാശം കോരിച്ചൊരിയുകയാണ്. സോ ആകാശം വരയ്ക്കണം. എന്നിട്ട് നല്ലോണം മഴയുണ്ടല്ലേ. വീട് തണുത്തു വിറച്ചു. ഒരു വീട് വരയ്ക്കണം. മുറ്റം പുഴയായി. മുറ്റം വരയ്ക്കണം. മുറ്റത്ത് ഫുള്ള് എന്താണ്? വെള്ളം വരയ്ക്കണം. പിന്നെ കുട്ടികൾ കടലാസ് തോണി ഒഴുക്കി. ആ വെള്ളത്തിൽ നിങ്ങൾ മുറ്റത്ത് കടലാസ് തോണികൾ വരയ്ക്കണം. തോണി വെള്ളത്തിനൊപ്പം യാത്ര തുടങ്ങി. മുറ്റത്ത് എന്തുണ്ടായിരിക്കണം? ചെടികളും മരങ്ങളും വരയ്ക്കണം. അടുത്തത് പ്രവർത്തനം 4. 4ൽ എ, ബി എന്നിങ്ങനെയുണ്ട്. ഏതെങ്കിലും ഒന്നിനു മാത്രം ഉത്തരം എഴുതിയാൽ മതി. പ്രവർത്തനം 4ൽ എ നോക്കാം. ചിത്ര
രചനാ മത്സരത്തിന് സിയ വരച്ച ചിത്രം നോക്കൂ. ഇവിടെ ഒന്നാമത്തെ ചോദ്യം വിവരണം എഴുതാനാണ്. ഇവിടെ എന്തൊക്കെ കാണാം നിങ്ങൾക്ക് ചിത്രത്തിൽ? ഒരു ബോട്ടുണ്ട്, അതിൽ മീൻപിടുത്തക്കാർ മീൻ പിടിക്കുന്നുണ്ട്, കുട്ടികൾ പട്ടം പറത്തുന്നുണ്ട്, പക്ഷികൾ ആകാശത്തൂടെ പറക്കുന്നു, കരിക്ക് വിൽപ്പനക്കാരനുണ്ട്, ഐസ്ക്രീം വിൽപ്പനക്കാരനുണ്ട്, കുട്ടികൾ ബോൾ കളിക്കുന്നുണ്ട്. അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാൻ പറ്റുന്നത്. നിങ്ങൾ ഇതിനെക്കുറിച്ചെല്ലാം ചെറിയ വിവരണം തയ്യാറാക്കുക. അടുത്തത് 4ൽ ബി ആണ്. വരികൾ കൂട്ടിച്ചേർക്കാം. താൻ വരച്ച ചിത്രം കണ്ടപ്പോൾ സിയയ്ക്ക് അതിനെക്കുറിച്ചൊരു പാട്ട് പാടാൻ തോന്നി. പാട്ടിൻ്റെ ആദ്യ ഭാഗമാണ് ചുവടെയുള്ളത്. കൂടുതൽ വരികൾ എഴുതി ചേർക്കൂ. നമുക്ക് പാട്ടിൻ്റെ ആദ്യ ഭാഗം വായിക്കാം. പട്ടം കണ്ടൊരു കാഴ്ചകളൊക്കെ എന്തൊരു രസമാണേ, കടലും കടലിലെ തിരമാലകളും കരയെ പുൽക്കുന്നേ. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് നിങ്ങൾ എഴുതി ചേർക്കേണ്ടത്. ഇവിടെ ആ ചിത്രം നോക്കി അതിൽ കണ്ട കാഴ്ചകളെ കുറിച്ചാണ് എഴുതേണ്ടത്. ചുരുങ്ങിയത് 4 വരിയെങ്കിലും എഴുതണം, എങ്കിലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുകയുള്ളൂ. അടുത്തത് പ്രവർത്തനം 5. 5ൽ എയും ബിയും ഉണ്ട്. ഏതെങ്കിലും ഒന്നിനു മാത്രം ഉത്തരം എഴുതിയാൽ മതി. ഒന്നാമത്തത് എ ചോദ്യം നോക്കാം. ക്രിസ്മസിന് കുടുംബത്തോടൊപ്പം സിയ യാത്ര പോകുന്നുണ്ട്. പുഴയും വെള്ളച്ചാട്ടങ്ങളുമുള്ള പ്രകൃതി സുന്ദരമായ ഒരിടത്തേക്കാണ് യാത്ര. യാത്രയിൽ കൂട്ടുകാരിയായ അനുവിനെയും കുടുംബത്തെയും കൂട്ടാൻ അവൾക്ക് മോഹം. അവളുടെ ഇഷ്ടത്തെ എല്ലാവരും അഭിനന്ദിച്ചു. ഒന്നാമത്തെ എ ചോദ്യം എന്ന് പറയുന്നത് കത്ത് എഴുതാനാണ്. യാത്രയ്ക്ക് അനുവിനെയും കുടുംബത്തെയും ക്ഷണിച്ചുകൊണ്ട് ഒരു കത്ത് എഴുതൂ. എങ്ങനെയാണ് കത്ത് തുടങ്ങേണ്ടത്? അനുവിനാണല്ലോ കത്ത് എഴുതുന്നത്. സോ നമുക്ക് തുടങ്ങാം. പ്രിയപ്പെട്ട അനുവിന്, ഈ ക്രിസ്മസിന് ഞങ്ങൾ കുടുംബത്തോടൊപ്പം ഒരു യാത്ര പോകുന്നുണ്ട്. പുഴയും വെള്ളച്ചാട്ടങ്ങളുമുള്ള ഒരു പ്രകൃതി സുന്ദരമായ ഒരിടത്തേക്കാണ് യാത്ര പോകുന്നത്. അനുവും ഞങ്ങളെ യാത്രയിൽ പങ്കുചേരുന്നത് എനിക്ക് ഇഷ്ടമാണ്. എന്നിട്ട് ഇന്ന ദിവസമാണ് ഞങ്ങൾ പോകാൻ തീരുമാനിക്കുന്നത്. സോ അന്നേ ദിവസത്തേക്ക് അനുവും കുടുംബവും ഞങ്ങളോടൊപ്പം ക്രിസ്മസ് യാത്രയ്ക്ക് വരണം. അതുകൊണ്ട് അനുവിനെയും കുടുംബത്തെയും ഞങ്ങൾ ക്ഷണിക്കുന്നു, യാത്രയിലേക്ക് വരാൻ ക്ഷണിക്കുന്നു എന്ന് പറയാം. എന്നിട്ട് താഴെ വലതുവശത്ത് സ്നേഹത്തോടെ സിയ എന്ന് എഴുതി കൊടുക്കുക. ഇങ്ങനെയാണ് നിങ്ങളൊരു കത്ത് എഴുതേണ്ടത്. ഇനി അടുത്തത് നോക്കാം. ബി ചോദ്യം, കഥ പൂർത്തിയാക്കാം. യാത്രയ്ക്കിടയിൽ മുത്തശ്ശി സിയയ്ക്കും അനുവിനും പറഞ്ഞു കൊടുത്ത കഥയുടെ ആദ്യ ഭാഗമാണ് ചുവടെയുള്ളത്. കഥ പൂർത്തിയാക്കൂ, കഥയ്ക്ക് തലക്കെട്ടും നൽകും. ഇവിടെ നിങ്ങൾക്ക് കഥയുടെ ആദ്യ ഭാഗം തന്നിട്ടുണ്ട്. മനോഹരമായ ഒരു തടാകത്തിൻ്റെ തീരത്ത് ഒരു കൂട്ടം മാനുകൾ താമസിച്ചിരുന്നു. തടാകത്തിലെ വെള്ളം കുടിച്ചും തീരത്തെ പുല്ല് തിന്നും മാനുകൾ സന്തോഷത്തോടെയാണ്. അങ്ങനെയിരിക്കെ കുറേ ആനകൾ വെള്ളം തേടി തടാകക്കരയിലെത്തി. ഇതിൻ്റെ ബാക്കി ഭാഗം എല്ലാവരും നിങ്ങളുടെ ആശയത്തിനനുസരിച്ച് എഴുതിയിട്ടുണ്ടാവല്ലോ. തലക്കെട്ടും കൊടുക്കാൻ മറന്നിട്ടില്ലല്ലോ. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു ചോദ്യ പേപ്പറിൽ വന്നിട്ടുള്ളത്. സോ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫ്രണ്ട്സ്.